നമസ്കാരം, ഏവർക്കും പുതിയൊരു തൊടുകുറി അധ്യായത്തിലേക്ക് സ്വാഗതം. ഈ അധ്യായത്തിലൂടെ ചില പ്രധാന കാര്യങ്ങൾ നിങ്ങൾ അറിയേണ്ടതും ഈ സമയം മനസ്സിലാക്കേണ്ടതുമായ ചില കാര്യങ്ങളെക്കുറിച്ച് വിശദമായി തന്നെ മനസ്സിലാക്കാം. ചില സമയങ്ങളിൽ ചില കാര്യങ്ങളിലേക്ക് ഏവരും ആകർഷിക്കപ്പെടുന്നതാണ്. അത് നിങ്ങൾക്ക് ഈശ്വരൻ നൽകുന്നതായ ഒരു സൂചന പോലുമാകാം. അത്തരത്തിൽ നിങ്ങളുടെ മനസ്സുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ മനസ്സിൽ ഒളിഞ്ഞിരിക്കുന്നതായ ചില സത്യങ്ങളെക്കുറിച്ച്, അല്ലെങ്കിൽ ആരും പറയാത്തതായ ചില കാര്യങ്ങളെക്കുറിച്ച്, രഹസ്യങ്ങളെക്കുറിച്ച് ഈ അധ്യായത്തിലൂടെ വിശദമായി തന്നെ മനസ്സിലാക്കാം. പല കാര്യങ്ങളിലും ഒരു പ്രയാസങ്ങൾ അനുഭവിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന നിങ്ങൾക്ക് ഇതെല്ലാം കുടുംബത്തിന് വേണ്ടിയോ അല്ലെങ്കിൽ വേണ്ടപ്പെട്ടവർക്ക് വേണ്ടിയോ ആണ് നിങ്ങൾ അനുഭവിക്കുന്നത് എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട്. പല കാര്യങ്ങളിലും നിരാശകളിലൂടെ മുന്നോട്ട് പോകുന്ന നിങ്ങൾക്ക് ഈശ്വരാനുഗ്രഹത്താൽ കടന്നു വന്നിരിക്കുന്ന ഒരു തൊടുകുറി അധ്യായമായി തന്നെ ഇതിനെ പരാമർശിക്കാം. ഇവിടെ നിങ്ങൾക്ക് തീർച്ചയായും കാണുവാൻ സാധിക്കുന്നത് ഹനുമാൻ സ്വാമിയുമായി ബന്ധപ്പെട്ട 2 ചിത്രങ്ങളാണ്. ഈ 2 ചിത്രങ്ങൾക്കും വളരെയധികം പ്രാധാന്യമുണ്ട്. ഹനുമാൻ സ്വാമിയുമായി ബന്ധപ്പെട്ട വിശേഷപ്പെട്ട ചിത്രങ്ങളാണ്. ഈ ചിത്രങ്ങളിൽ നിന്നും നിങ്ങൾ ഒരു ചിത്രം തിരഞ്ഞെടുക്കണം എന്നുള്ളതാണ്. ഈ സമയം നിങ്ങളുടെ ജീവിതത്തിൽ അനുഭവിച്ചു പോരുന്ന എല്ലാ പ്രയാസങ്ങളും അത് അകന്നു പോകണം എന്ന പ്രാർത്ഥനയോടെ, അല്ലെങ്കിൽ വിഷമിപ്പിക്കുന്നതായ കാര്യങ്ങൾ എല്ലാം ഭഗവാന്റെ കാൽപാദങ്ങളിൽ അർപ്പിച്ചുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈ തന്നിരിക്കുന്നതായ ചിത്രങ്ങളിൽ ഒരു ചിത്രം തിരഞ്ഞെടുക്കാം. അപ്പോൾ ഏവരും പ്രാർത്ഥിച്ചുകൊണ്ട് ശുഭകാര്യങ്ങൾ സംഭവിക്കണം എന്ന പ്രാർത്ഥനയോടെ തന്നെ നിങ്ങൾക്ക് ഒരു ചിത്രം തിരഞ്ഞെടുക്കാം. കണ്ണുകൾ അടച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് തന്നെ ഒരു ചിത്രം തിരഞ്ഞെടുക്കുക. അപ്പോൾ ഏവരും ഒരു ചിത്രം തിരഞ്ഞെടുത്തു എന്നാണ് കരുതുന്നത്. അപ്പോൾ ഇനി ഫലങ്ങളെ കുറിച്ച് പരാമർശിക്കാം. അതിനു മുന്നോടിയായി ഏവരും ഒരു നിമിഷം നിങ്ങൾ വിശ്വസിക്കുന്ന ആ ശക്തിയുടെ നാമം കമന്റായി രേഖപ്പെടുത്തി വന്ദിക്കൂ. അപ്പോൾ ഭഗവാന്റെ ആദ്യത്തെ ചിത്രമാണ് തിരഞ്ഞെടുത്തത് എങ്കിൽ ഫലങ്ങൾ ഇപ്രകാരമാകുന്നു. പ്രപഞ്ചത്തിന്റെ അദൃശ്യമായ സാന്നിധ്യത്താൽ കൂടിയാണ് ഈ ഒരു ചിത്രം, ഭഗവാന്റെ ചിത്രം നിങ്ങൾക്ക് തിരഞ്ഞെടുക്കുവാൻ സാധിച്ചത് എന്ന് പറയാം. നിങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ വരും ദിവസങ്ങളിൽ തന്നെ ചില കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കും എന്ന സൂചന തന്നെയാണ് ലഭിക്കുന്നത്. ചില കാര്യങ്ങൾ നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നു എന്ന് അർത്ഥമാക്കാം. ഈശ്വരാനുഗ്രഹത്തെക്കുറിച്ചും എന്താണ് നിങ്ങളുടെ ജീവിതത്തിൽ ഈശ്വരാനുഗ്രഹത്താൽ വന്നു ചേരുന്നത് എന്ന് മനസ്സിലാക്കാം. ഈ സമയം ഏവരും നിങ്ങൾ വിശ്വസിക്കുന്നതായ ശക്തിയുടെ നാമം കമന്റായി രേഖപ്പെടുത്തൂ. നിങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ അനുഭവിച്ചു പോരുന്ന പ്രയാസങ്ങളിൽ ഒരു പരിധി വരെ നിങ്ങൾക്ക് കുറഞ്ഞു കിട്ടുന്ന അല്ലെങ്കിൽ തരണം ചെയ്യുവാൻ സാധിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകും എന്നുള്ളതാണ്. ഒറ്റയടിക്ക് എല്ലാം മാറും എന്നല്ല പറയുന്നത്. ക്രമേണ ആ കാര്യങ്ങൾ കുറച്ചു കൊണ്ടുവരുവാൻ സാധിക്കും. നിങ്ങളുടെ ജീവിതത്തിൽ തീർച്ചയായും ഒരു പുതിയ വഴി നിങ്ങൾക്ക് മുൻപിൽ തുറന്ന് ലഭിക്കുന്നതായ സാഹചര്യമുണ്ട്. ഈ സമയം നിങ്ങൾക്ക് ഈശ്വരൻ, നിങ്ങൾ വിശ്വസിക്കുന്ന ആ ശക്തി, ഭഗവാൻ ഒരു പുതിയ വഴി നിങ്ങൾക്ക് മുൻപിൽ തെളിയിച്ച് തരുന്ന സാഹചര്യം ഉണ്ടാകുന്നു എന്നുള്ളതാണ് വാസ്തവം. പല കാര്യങ്ങളിലും നിങ്ങൾ ശ്രദ്ധ പുലർത്തേണ്ടത് അനിവാര്യം തന്നെയാണ്. ഈ സമയം നിങ്ങൾക്ക് മുൻപിൽ ചില കാര്യങ്ങൾ തുറന്ന് ലഭിക്കുന്നതായ സാഹചര്യമുണ്ട്. ഈ സമയം നിങ്ങൾ വിശ്വസിക്കേണ്ടതായ കാര്യം, പ്രധാനമായും നിങ്ങളുടെ മുൻപിൽ ചില കാര്യങ്ങൾ പ്രത്യക്ഷപ്പെടുന്നതായ സാഹചര്യം ഉണ്ടാകാം എന്നുള്ളതാണ്. ചില തടസ്സങ്ങളെ തരണം ചെയ്ത് ചില അനുകൂല കാര്യങ്ങൾ ഈ സമയം നിങ്ങൾക്ക് മുൻപിൽ പ്രത്യക്ഷപ്പെടുന്നതായ സാഹചര്യമുണ്ട്. ചില കാര്യങ്ങൾ നിങ്ങൾക്ക് മുൻപിൽ അടഞ്ഞാൽ പോലും മറ്റൊരു വഴിയിലൂടെ തീർച്ചയായും നിങ്ങൾക്ക് ചില കാര്യങ്ങൾ ഈശ്വരൻ നടത്തി തരുന്ന സാഹചര്യം രൂപപ്പെടും എന്നുള്ളതാണ്. ഈ സമയം ചില വ്യക്തികളുടെ രൂപത്തിലോ
അല്ലെങ്കിൽ തീർച്ചയായും ഈ സമയം ഭാഗ്യാനുഭവങ്ങളാലോ ചില കാര്യങ്ങൾ നിങ്ങൾക്ക് നടത്തി തരുന്ന സാഹചര്യം ഉണ്ടാകും എന്നുള്ളതാണ്. ഈ സമയം നിങ്ങൾക്ക് പല കാര്യങ്ങളിലേക്കും കൃത്യതയോടെ എത്തിച്ചേരുവാൻ സാധിക്കും എന്നുള്ളതാണ്. നിങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ ഏതെങ്കിലും ഒരു ആവശ്യവുമായി ബന്ധപ്പെട്ട് ചില വ്യക്തികളിൽ നിന്നും അപ്രതീക്ഷിതമായ സഹായം ലഭിക്കാവുന്ന ഒരു സാഹചര്യം ജീവിതത്തിലുണ്ട് എന്നുള്ളതാണ്. ഈ സമയം നിങ്ങൾക്ക് കൃത്യമായ ഒരു അവസരം ലഭിക്കാം, അല്ലെങ്കിൽ ഭാഗ്യം നിങ്ങളെ തേടി വരുന്ന ഒരു സാഹചര്യം. ഈ സമയം ചില കാര്യങ്ങൾ നിങ്ങൾക്ക് നിസ്സാരമായി തോന്നുന്ന സാഹചര്യമുണ്ട് എങ്കിലും പല കാര്യങ്ങളിലും നിങ്ങൾക്ക് സഹായം അത് അപ്രതീക്ഷിതമായി വിലമതിക്കുവാൻ സാധിക്കാത്ത വിധം കൂടുതൽ അനുകൂലമായി തീരാം. ഈ സമയം തീർച്ചയായും നിങ്ങൾക്ക് അനുകൂലമായ ചില കാര്യങ്ങൾ സംഭവിക്കാം എന്നതുപോലെ തന്നെ വളരെ ശ്രദ്ധയോടെ നിങ്ങൾ മുന്നോട്ട് പോകേണ്ടതായ സാഹചര്യമുണ്ട്. കാരണം നിങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നതായ പ്രയാസങ്ങൾ, അവശതകൾ, ഇതെല്ലാം നിങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ ഒരു പരിധിവരെ മാറിപ്പോകാം. ഈ സമയം നിങ്ങളുടെ ജീവിതത്തിൽ പ്രയാസങ്ങൾ, പ്രതിസന്ധികൾ ഉണ്ടാകുവാൻ സാധ്യത ഉണ്ട് എങ്കിലും, അല്ലെങ്കിൽ അത്തരം കാര്യങ്ങൾ അനുഭവിച്ച് പോരുന്നവരാണ് എങ്കിലും അതൊരു പരിധിവരെ മാറി തുടങ്ങുന്ന സാഹചര്യം നിങ്ങൾക്കുണ്ട് എന്നുള്ളതാണ്. ഈ സമയം നിങ്ങളിലേക്ക് ഭാഗ്യം കൊണ്ടുവരുന്ന കാര്യങ്ങളിൽ ഒന്ന് അത് യാത്രകൾ പോലുമാകാം എന്നുള്ളതാണ്. ഈ സമയം അപ്രതീക്ഷിതമായ ദീർഘദൂര യാത്രകളോ മറ്റ് യാത്രകളോ നിങ്ങളിലേക്ക് വന്നു ചേരാം എന്നുള്ളതാണ്. ഈ സമയം നിങ്ങൾ മനസ്സിലാക്കേണ്ടതായ കാര്യം, നിങ്ങളുടെ ജീവിതത്തിലേക്ക് പോസിറ്റീവായ ചില മാറ്റങ്ങൾ കടന്നു വരാവുന്ന ഒരു സാഹചര്യമുണ്ട് എന്നുള്ളതാണ്. പോസിറ്റീവായ കാര്യങ്ങൾ സംഭവിക്കാം എന്നുള്ളതാണ്. പല കാര്യങ്ങളിലും ഒരു ന്യൂനത നിങ്ങൾക്ക് ഉണ്ട് എങ്കിലും അത് നിങ്ങൾക്ക് എന്താണ് എന്ന് മനസ്സിലാക്കി പരിഹരിക്കുവാൻ സാധിക്കുന്നു എന്നത് എടുത്തു പറയേണ്ടതായ ഒരു കാര്യം തന്നെയാണ്. ഈ സമയം നിങ്ങളുടെ ജീവിതത്തിൽ തീർച്ചയായും ചില വഴക്കുകൾ അത് നിങ്ങളുടെ പ്രവർത്തികൾ മൂലം ഒഴിവാക്കുവാൻ സാധിച്ചു എന്ന് വരാം. ഈ സമയം ഏതെങ്കിലും കാര്യങ്ങൾ പ്രവർത്തിക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ ചില ചിന്തകൾ കടന്നു വരികയും അത് നിങ്ങൾക്ക് ഗുണകരമായി തീരാം എന്നതും വാസ്തവം തന്നെയാണ്. ഈ സമയം തീർച്ചയായും നിങ്ങൾക്ക് പല കാര്യങ്ങളും പരാജയപ്പെടുമോ, അല്ലെങ്കിൽ ചില കാര്യങ്ങൾ നിങ്ങൾക്ക് എതിരായി പോകുമോ എന്നൊരു ചിന്ത ജീവിതത്തിലുണ്ട് എന്നുള്ളത് വാസ്തവമാണ്. അത്തരം കാര്യങ്ങളെ പരിഹരിക്കുവാനുള്ള ശ്രമങ്ങൾ വിജയത്തിൽ കലാശിക്കാം എന്നതും വാസ്തവമാണ്. ഈ സമയം നിങ്ങളുടെ ജീവിതത്തിൽ തീർച്ചയായും ചില കാര്യങ്ങൾ ഒഴിവാക്കപ്പെടേണ്ടത് അനിവാര്യമാണ്. ഒഴിവാക്കി തന്നെ മുന്നോട്ട് പോവുകയാണ് എങ്കിൽ പല കാര്യങ്ങളിലും വിജയം ഉറപ്പിക്കുവാൻ സാധിക്കും എന്നുള്ളതാണ്. ഈ സമയം വളരെ വ്യക്തമായി തന്നെ നിങ്ങളുടെ ആഗ്രഹവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കാണുവാൻ സാധിക്കുന്നു എന്നുള്ളതാണ്. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന ചില കാര്യങ്ങൾ നടന്നു കിട്ടും എന്നതാണ് വാസ്തവം. അതിൽ സംശയം വേണ്ട. നിങ്ങളുടെ ഭാഗത്ത് തീർച്ചയായും ധൈര്യം ഉണ്ടാകേണ്ടത് അനിവാര്യമാണ്. ചുറുചുറുക്കോടെ നിങ്ങൾ ഏറ്റെടുക്കുന്നതായ പ്രവൃത്തികൾ അത് വിജയത്തിലേക്ക് എത്തുവാനുള്ള അവസരങ്ങൾ വന്നു ചേരാം. അപ്പോൾ തീർച്ചയായും ഈ സമയം നിങ്ങൾക്ക് പ്രവർത്തിക്കാനും കാര്യങ്ങളെ അനുകൂലമാക്കി തീർക്കുവാനുമുള്ള സമയമാണ്. എന്നാൽ ഈ സമയം തിരക്കുകൾ പൂർണ്ണമായും ഒഴിവാക്കണം. ശ്രദ്ധയോടെ തന്നെ നിങ്ങൾ മുന്നോട്ട് നീങ്ങുക. രണ്ടാമത്തെ ഭഗവാന്റെ ചിത്രമാണ് നിങ്ങൾ തിരഞ്ഞെടുത്തത് എങ്കിൽ അതുമായി ബന്ധപ്പെട്ട ഫലങ്ങൾ പരിശോധിക്കുമ്പോൾ കാണുവാൻ സാധിക്കുന്നത്, നിങ്ങളുടെ ജീവിതത്തിൽ ചില കാര്യങ്ങളിൽ നിങ്ങൾക്ക് ശത്രുദോഷം വളരെയധികം ബാധിച്ചിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട് എന്നുള്ളതാണ്. അതുമൂലം നിങ്ങളുടെ ജീവിതത്തിൽ പലപ്പോഴും പല കാര്യങ്ങളും അകന്നു പോകുന്ന, ഒഴിഞ്ഞു പോകുന്ന സാഹചര്യമുണ്ട്. ഈ സമയം കണ്ണേറ്, ദൃഷ്ടിദോഷം പോലുള്ള കാര്യങ്ങൾ നിങ്ങളെ ബാധിച്ചിരിക്കുന്ന ഒരു സാഹചര്യം ജീവിതവുമായി ബന്ധപ്പെട്ട് പരാമർശിക്കുവാൻ സാധിക്കുന്നു എന്നുള്ളതാണ്.
ഈ സമയം നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ ചില പ്രവൃത്തികളോ അല്ലെങ്കിൽ ചില അനുകൂല കാര്യങ്ങളോ വളർച്ചയോ പലരെയും അസൂയപ്പെടുത്തുന്ന സാഹചര്യമുണ്ട്. ഇത് പല കാര്യങ്ങളിലും നിങ്ങൾക്ക് എതിരായി ഭവിക്കുന്നു എന്നുള്ളതാണ് വാസ്തവം. ചിലത് ശത്രുദോഷമായി ഭവിക്കുമ്പോൾ അല്ലെങ്കിൽ കുടുംബ കലഹങ്ങളായി പോലും അത് മാറിപ്പോകുന്ന സാഹചര്യമുണ്ട് എന്നുള്ളതാണ് വാസ്തവം. ഈ സമയം നിങ്ങളുടെ ജീവിതത്തിൽ പല പ്രശ്നങ്ങളും നിലനിന്ന് പോരുന്ന സാഹചര്യമുണ്ട്. മാസങ്ങളായി അത്തരം ചില കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വിഷമതകളായി മാറുന്ന സാഹചര്യമുണ്ട് എന്നുള്ളതാണ്. നിങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ കടബാധ്യതകളോ അത്തരം ചില വിഷമതകളോ നിങ്ങൾ അനുഭവിച്ചു പോരുന്ന സാഹചര്യമുണ്ട്. പല കാര്യങ്ങളിലും നിങ്ങളുടെ ജീവിതത്തിൽ തർക്കങ്ങൾ വളരെയധികം ബാധിച്ചിരിക്കുന്ന സാഹചര്യമുണ്ട്. പ്രത്യേകിച്ചും കുടുംബ കലഹങ്ങളോ അല്ലെങ്കിൽ അത്തരം ചില പ്രയാസങ്ങളോ നിങ്ങളുടെ ജീവിതത്തിൽ ബാധിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. കലഹങ്ങൾ ജീവിതത്തിലുണ്ട് എന്നത് വാസ്തവമാണ്. അത് കുടുംബത്തിലെ അംഗങ്ങളോ മറ്റു വ്യക്തികളുമായി ബന്ധപ്പെട്ട് പോലും ആകാവുന്നതാണ്. സമാധാനം പലപ്പോഴും നഷ്ടപ്പെട്ടു പോകുന്ന സാഹചര്യമുണ്ട്. ഈ സമയം നിങ്ങൾ വിശ്വസിക്കുന്ന ആ ശക്തി തീർച്ചയായും ചില അനുകൂല കാര്യങ്ങൾ നിങ്ങൾക്ക് വേണ്ടി കരുതി വച്ചിട്ടുണ്ട് എന്നത് വാസ്തവമാണ്. ആഗ്രഹ സാഫല്യം തന്നെ നിങ്ങൾക്ക് വേണ്ടി കരുതി വച്ചിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. നിങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ പല വ്യക്തികളും വളരെയധികം അസൂയയോടെ നിങ്ങളെ നോക്കുന്ന സാഹചര്യമുണ്ട്. നിങ്ങളുടെ ജീവിതത്തിൽ പ്രത്യേകിച്ചും ഇത്തരത്തിൽ ശത്രുദോഷം നിങ്ങളെ വളരെ ദോഷകരമായി ബാധിച്ചിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഈ സമയം ഭാഗ്യം നിങ്ങളുടെ ജീവിതത്തിൽ പലപ്പോഴും നഷ്ടപ്പെട്ടു പോകുന്ന സാഹചര്യമുണ്ട്. പല കാര്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ ഈ സമയം പ്രത്യേകിച്ചും ആഗ്രഹ സാഫല്യമായി നടന്നു കിട്ടുവാനുള്ള സാധ്യതകളുണ്ട്. എന്നാൽ ഈ സമയം നിങ്ങൾ വിശ്വസിക്കുന്ന ആ ശക്തിയെ, ഭഗവാനെ തീർച്ചയായും നിങ്ങൾ ആരാധിച്ച് പ്രാർത്ഥിച്ച് മുന്നോട്ട് പോകേണ്ടതായിട്ടുണ്ട്. ഈ സമയം തീർച്ചയായും നിങ്ങൾക്ക് ഈ അവസരം കൃത്യമായി വിനിയോഗിക്കേണ്ട സാഹചര്യമുണ്ട്. ഈ സമയം എടുത്ത് പറയേണ്ടതായ കാര്യം ധനപരമായ ഉയർച്ച അല്ലെങ്കിൽ നിങ്ങൾക്ക് അനുകൂലമാകാവുന്ന ചില സൗഹൃദങ്ങളോ പുതിയ ബന്ധങ്ങളോ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്ന് ചേരുവാനുള്ള സാഹചര്യങ്ങൾ ഉണ്ട് എന്നുള്ളതാണ്. ഈ സമയം തീർച്ചയായും നിങ്ങൾ മനസ്സിലാക്കേണ്ടതായ കാര്യം പുതിയ ബന്ധങ്ങൾ കടന്നു വരുന്ന ഒരു സാഹചര്യം ജീവിതത്തിലുണ്ട് എന്നുള്ളതാണ്. ഈ സമയം നിങ്ങളുടെ ജീവിതത്തിൽ ബിസിനസ്സുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമാവുകയോ നിങ്ങൾക്ക് ഒരു മമത അല്ലെങ്കിൽ മറ്റുള്ളവരിൽ നിന്നും സ്നേഹം, പിന്തുണ പല കാര്യങ്ങളിലും ആർജിച്ചെടുക്കുവാൻ സാധിച്ചു എന്ന് വരാം. ധനപരമായ പുരോഗതി അത് സഹായങ്ങളുമായി ബന്ധപ്പെട്ട് പോലുമാകാം. അത്തരം ചില കാര്യങ്ങൾ നിങ്ങളിലേക്ക് കടന്നു വരാം. ഈ സമയം നിങ്ങളുടെ ജീവിതത്തിൽ സാഹസങ്ങൾ പൂർണ്ണമായും ഒഴിവാക്കേണ്ടത് അനിവാര്യമാണ്. ചില വ്യക്തികളുമായി ബന്ധപ്പെട്ടുള്ള സഹവാസം അത് നിങ്ങൾക്ക് വളരെ ദോഷകരമായി തീരും എന്നുള്ളതാണ്. ഈ സമയം പല കാര്യങ്ങളിലും പല വ്യക്തികളും നിങ്ങളെ ചൂഷണം ചെയ്യുന്നതായ സാഹചര്യങ്ങളുണ്ട് എന്നുള്ളതാണ്. പല കാര്യങ്ങളിലും പല വ്യക്തികൾക്കും ഒരു കള്ളത്തരമുണ്ട്, അല്ലെങ്കിൽ അത്തരം കാര്യങ്ങൾ മുൻപ് മനസ്സിലാക്കുവാൻ നിങ്ങൾക്ക് സാധിച്ചിട്ടില്ല എങ്കിൽ അത് മനസ്സിലാക്കുവാൻ സാധിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് നിങ്ങൾ പ്രവേശിക്കും. ഈ സമയം തീർച്ചയായും നിങ്ങൾക്ക് പല കാര്യങ്ങളിൽ നിന്നും അത്ഭുതകരമായ രക്ഷപ്പെടൽ ഉണ്ടായി എന്ന് വരാം. അത് ചില വ്യക്തികളുമായി ബന്ധപ്പെട്ട ചതിയാകാം, വിശ്വാസ വഞ്ചനയാകാം. പലപ്പോഴും പല വ്യക്തികളെയും കണ്ണടച്ച് വിശ്വസിച്ച് ഇത്തരം ചില അബദ്ധങ്ങളിൽ മുൻപ് ചാടിയിരിക്കുന്ന വ്യക്തികൾ തന്നെയാകാം നിങ്ങൾ. എന്നാൽ ഈ സമയവും തീർച്ചയായും നിങ്ങൾക്ക് ചില കാര്യങ്ങളിൽ കരുതൽ ആവശ്യമായിട്ടുണ്ട് എന്ന് കാണുവാനായി സാധിക്കുന്നു. അതായത് ഈ സമയം പൂർണ്ണമായും ചിലരെ കണ്ണടച്ച് വിശ്വസിക്കുന്നത് നിങ്ങൾക്ക് ദോഷകരമായി തീരും. വിശ്വാസം വേണം.
എന്നാൽ അത് അമിതമാകാൻ പാടില്ല എന്നത് വാസ്തവമാണ്. പല കാര്യങ്ങളിലും ഭാഗ്യമുണ്ടായിരുന്നു എങ്കിലും ശത്രുദോഷങ്ങളാൽ പോലും അത് തടസ്സപ്പെട്ടിരുന്നു എങ്കിൽ അതിൽ നിന്നും തീർച്ചയായും ഒരു മാറ്റം നിങ്ങൾക്ക് സംഭവിക്കും എന്നുള്ളതാണ്. ഈ സമയം തീർച്ചയായും നിങ്ങൾ മനസ്സിലാക്കേണ്ടതായ കാര്യം, നിങ്ങളുടെ ജീവിതത്തിലേക്ക് ചില കാര്യങ്ങൾ ശുഭ കാര്യങ്ങളായി സംഭവിക്കും എന്നതുപോലെ തന്നെ ഈ സമയം ചില വ്യക്തികൾ തെറ്റിദ്ധരിപ്പിക്കുവാനുള്ള സാധ്യത മുൻകൂട്ടി കണ്ട് തന്നെ മുന്നോട്ട് പോകണം. ചില കാര്യങ്ങൾ പ്രവർത്തിച്ചതിന് ശേഷമായിരിക്കും അബദ്ധമായിരുന്നല്ലോ എന്ന് മനസ്സിലാക്കുക. അത് നിങ്ങൾക്ക് ദോഷമായി തീരും എന്നത് വാസ്തവമാണ്. ഈ സമയം തീർച്ചയായും അത് മനസ്സിലാക്കി തന്നെ മുന്നോട്ട് പോകണം. ഈ സമയം ചില കാര്യങ്ങൾ പിന്നീട് ചെയ്യാം, ഇപ്പോൾ വേണ്ട എന്ന അലസമായ മനോഭാവം നിങ്ങൾക്ക് കൂടുതൽ ദോഷമായി തീരുകയും ചെയ്യാം. അപ്പോൾ അത്തരം കാര്യങ്ങളിലും തീർച്ചയായും നിങ്ങൾ ശ്രദ്ധ പുലർത്തേണ്ടതായിട്ടുണ്ട്. ഈ സമയം തീർച്ചയായും നിങ്ങൾ വിശ്വസിക്കുന്ന ആ ശക്തിയിൽ പൂർണ്ണ വിശ്വാസം അർപ്പിക്കുന്നത് പോലെ തന്നെ ആ ക്ഷേത്രങ്ങളിൽ കൂടി ദർശനം നടത്തി മുന്നോട്ട് പോകേണ്ട ഒരു സാഹചര്യം തന്നെയാണ് ഉള്ളത്. ശ്രദ്ധയോടെ തന്നെ കാര്യങ്ങൾ മനസ്സിലാക്കി മുന്നോട്ട് നീങ്ങണം.